തെമ്മാടി സെക്കൻഡ് വായാടി പെണ്ണ്. രചന നിമ്മി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. എന്താണ് ഞാൻ അറിഞ്ഞ അടി വാങ്ങിയും കൊടുത്തു തന്നെയാ ശിവ ഇവിടെ വരെ എത്തിയത്. ഇനി മോളായിട്ട് അതിന് മാറ്റൊന്നും വരുത്തണ്ട. ആരാള് പറയടി. ശിവ വൈഷ്ണവിക്ക് നേരെ അലറി. അവൾ പേടിച്ച് ജിത്തുവിൻ്റെ അരികിലായി വന്നു നിന്നു. എനിക്കറിയില്ല, കാണാറുണ്ട്, അവൾ വിക്കി പറഞ്ഞു. ജിത്തു, ആരടാ അവൻ? എൻ്റെ വീട്ടിലെ പെണ്ണിൻ്റെ കൈ കയറി പിടിക്കാൻ ധൈര്യമുള്ളവൻ. അറിയില്ലടാ, ഇവളെന്നോട് ഇപ്പോഴെല്ലാം തുറന്നു പറഞ്ഞു. നേരം വൈകില്ലേ, നാളെ അന്വേഷിക്കാം. അങ്ങനെ പറ്റില്ലല്ലോ. ഒന്നും പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന ശീലം എനിക്കില്ലെന്ന് നിനക്ക് അറിയാവുന്നല്ലേ. അതിന് ഈ നട്ടപ്പാതിരിക്ക് എവിടെ പോയി അന്വേഷിക്കാനാ? ഇവളെ ഇവിടെ തനിച്ചാക്കി പോകാൻ പറ്റുമോ? ഛേ, അന്നേ കൂട്ടിക്കൊണ്ടുവരുമ്പോഴേ ഞാൻ പറഞ്ഞ ഓരോ മാരണങ്ങളെ തലയിൽ കയറ്റി വെക്കേണ്ടെന്ന്. ഇപ്പൊ എന്തായി? മനുഷ്യന്റെ സ്വസ്ഥകളെ വന്ന സാധനം. ശിവ, എന്തൊക്കെയാണ് നീ പറയുന്നത്? നിന്റെ ബുദ്ധി നശിച്ചുപോയോ? ശിവ പറഞ്ഞ വാക്കുകളോട് ജിത്തുവിന് യോജിക്കാൻ കഴിഞ്ഞില്ല. ഇതേ സമയം എല്ലാം കേട്ട് തറഞ്ഞിരിപ്പാണ് വൈഷ്ണവി. ശിവന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു പഴി കേൾക്കേണ്ടി വരുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല. മുറിവേറ്റ മനസ്സിനെ വീണ്ടും ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നു. പൊട്ടിക്കരയാൻ പോലും അവൾ മറന്നുപോയി. പോവണം, ആർക്കും ശല്യമാവരുത്. ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു എല്ലാ ബന്ധവും. വൈഷ്ണവി ആരുടെയും സമാധാനം കളയില്ല. അവൾ ഓരോന്ന് മനസ്സിൽ കണക്ക് കൂട്ടി. ജിത്തു വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം രണ്ടുപേരും പരസ്പരം നോക്കുപോലും ചെയ്തില്ല. കുറച്ചു മുമ്പ് പറഞ്ഞ വാക്കുകൾ ഓർത്ത് ശിവക്ക് കുറ്റബോധം തോന്നി. അപ്പോഴുള്ള ദേഷ്യത്തിൽ പറഞ്ഞതാണ്. ഒരുത്തൻ കയ്യിൽ കയറി പിടിച്ചിട്ടും അത് മറച്ചു വെക്കാൻ ശ്രമിച്ചവളോട് തോന്നിയ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണ്. ശിവക്ക് കിടന്നിട്ട് ഉറക്കം വന്നതേയില്ല. കണ്ണടക്കുമ്പോൾ കരഞ്ഞു വീർത്ത മുഖമായി നിൽക്കുന്നവളെയാണ് കൺമുമ്പിൽ കാണുന്നത്. തിരിഞ്ഞു മറിഞ്ഞ് കിടന്നിട്ട് പോലും നിദ്രാദേവി അവനെ കടാക്ഷിച്ചില്ല. പിന്നെ ഒന്നും നോക്കിയില്ല. കിടന്നിടത്തുനിന്ന് എഴുന്നേറ്റ് വൈഷ്ണവിയുടെ അടുത്തേക്ക് നടന്നു. ചുരുണ്ടുകൂടി കിടക്കുന്നവളുടെ അടുത്ത് അവൻ ഇരുന്നു. തെറ്റാണെന്ന് അറിയാൻ പെണ്ണേ, ഞാനോ പെട്ടുപോയി. നിന്നെങ്കിലും എനിക്ക് രക്ഷിക്കണം. അവൻ്റെ കണ്ണിൽ നിന്നും നീർത്തുള്ളികൾ വീണുകൊണ്ടേയിരുന്നു. അവളോടുള്ള മാപ്പ് പറച്ചിലായിരുന്നു ഓരോ കണ്ണുനീർ തുള്ളികളും. ശിവ, ഡാ എഴുന്നേൽക്ക്, വൈശു ഇവിടെ. ജിത്തു പരിഭ്രാന്തിയുടെ വീട് മുഴുവൻ നോക്കി. ഡാ വൈശു. ജിത്തുവിൻ്റെ ശബ്ദം കേട്ടെണീറ്റ ശിവൻ ഒന്നും മനസ്സിലാവാതെ അവനെ തന്നെ തുറിച്ചു നോക്കി. രാത്രി എപ്പോഴാണ് കിടന്നതെന്ന് പോലും ശിവക്ക് ഓർമ്മയില്ല. നേരം വെളുത്തപ്പോഴാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ തല വെട്ടിപ്പൊളിക്കുന്ന പോലെയുണ്ട്. എന്താ ജിത്തു നീ രാവിലെ തന്നെ അലറുന്നു? നിനക്ക് ഉറക്കൊന്നുമില്ലേ? ശിവ അലസഭാവത്തിൽ ചോദിച്ചു. ഡാ വൈശു എവിടെ? അവൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. വേറെ എവിടെ പോനാ? എടാ, ഞാൻ എല്ലായിടത്തും നോക്കി, അവളെ കാണുന്നില്ല. അവിടെ സാധനങ്ങളും കാണുന്നില്ല. ജിത്തു ദയനീയതയുടെ ശിവനെ നോക്കി. പോയോ അവള്? അവള് പോട്ടെ. നീ എന്തിനാണ് ടെൻഷനാവുന്നത്? അവള് പോട്ടെ, ഇവിടുന്ന് അവളെ രക്ഷപ്പെടട്ടെ. ശിവ, നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? എനിക്ക് വല്ലാതെ തോന്നി. ശിവ, നീ വാ, നമുക്ക് പോയി നോക്കാം. അവളെ എവിടെ പോകാനാടാ? ഇന്നലെ ഉണ്ടായ വേദനയിൽ ഇറങ്ങിപ്പോയതായിരിക്കും. ശിവയുടെ വേദന കണ്ട് ജിത്തുവിന് വല്ലാതെയായി. ശിവയെ ആശ്വസിപ്പിക്കാൻ ജിത്തു പറഞ്ഞു. എവിടെ നോക്കാൻ? അവള് രക്ഷപ്പെട്ടതല്ലേ. ഈ തെമ്മാടിയുടെ കൂടെ ജീവിക്കാൻ അവളെ കൊണ്ട് കഴിയില്ലടാ. ശിവ. ജിത്തു ശിവയെ മുറുകെ പുണർന്നു. ടെൻഷനാവാതെടാ, എനിക്കറിയാം നിനക്ക് അവൾ എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന്. അവൾ വേദനിക്കുമ്പോൾ നീയാണ് വേദനിക്കുന്നത്. അവൾക്ക് മനസ്സിലാക്കാനുള്ള വിവേകമൊന്നും വൈശുവിനില്ലടാ. അതൊരു പാവാടാ. ഏതെങ്കിലും കുഴിയിൽ വീഴുന്നതിന് മുമ്പ് അവൾ തിരിച്ചുകൊണ്ട് വരണം. നീ വാ, ദൂരെയൊന്നും അവൾ പോയിട്ടുണ്ടാവില്ല. ജിത്തുവിൻ്റെ വാക്കുകൾക്ക് ശിവയെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞു. രണ്ടാളും വീടും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി ബുള്ളറ്റിനടുത്തേക്ക് നടന്നു. എടാ കൊച്ചനെ, ആ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലാലോ. ഇന്നലെ ഒരുപാട് പേടിച്ചു പോയി. അങ്ങനത്തെ പ്രവൃത്തിയില്ല അവൻ ചെയ്ത്. നാണിയമ്മ എന്താ പറയുന്നത് മനസ്സിലാവാതെ ജിത്തുവും ശിവ അവർ പറയുന്നതിനെ ശ്രദ്ധിച്ചു. നിന്റെ ഭാര്യയെ പുറത്തൊന്നും കണ്ടില്ലല്ലോ. ഇന്നലത്തെ കാര്യങ്ങൾ ഓർത്തിട്ട് വിഷമിക്കുന്നുണ്ടാവുമല്ലേ? അവനെക്കുറിച്ച് മോൾക്കൊന്ന് പറഞ്ഞു കൊടുത്തേ. അവൻ്റെ ഈ കൂട്ടാളികളെയും മുന്നിൽ പെടേണ്ടെന്ന് പറഞ്ഞേ. നാണിയമ്മ പറഞ്ഞ എന്താണെന്ന് ഇപ്പോഴാണ് ശിവക്കും ജിത്തുവിനും മനസ്സിലായത്. ശിവ, ഇന്നലെ വൈശുവിനെന്തോ നടന്നെന്ന് നാണിയമ്മ കണ്ടിട്ടുണ്ട്. നാണിയമ്മയെ പിടിച്ച് ആരാണെന്ന് മനസ്സിലാവും. ശിവ മാത്രം കേൾക്കാമെന്ന രീതിയിൽ ജിത്തു പറഞ്ഞു. നാണിയമ്മേ, ആരെന്നല്ല അവൾ ഉപദ്രവിച്ച്? അവൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ ആളെ മാത്രം അറിയില്ലെന്ന് പറഞ്ഞു. അവനാ, ആ ഗിരിയ. അവൻ്റെ കൂട്ടാളികളും ഉണ്ടായിരുന്നു. ആരും കുട്ടിയെ സഹായിക്കാൻ പോയില്ല. അല്ലെങ്കിലും ഗിരിയുടെ സ്വഭാവം എല്ലാവർക്കും അറിയുന്നല്ലേ. പിന്നെ നാണിയമ്മ അവരുടെ മുമ്പിൽ നിന്നിട്ടില്ല. ശിവയുടെ സ്വഭാവം നാണിയമ്മക്ക് നല്ലപോലെ അറിയാവുന്നതാണ്. ശിവയുടെ മുഖത്ത് ദേഷ്യം ഉയർന്നു വരുന്ന കണ്ട് നാണിയമ്മ വേഗം അവിടെ അടുത്ത് നിന്ന് നീങ്ങി. ശിവ, അവളുടെ കണക്ക് നമുക്ക് പിന്നെ തീർക്കാം. നമുക്ക് ആദ്യം വൈശുവിനെ കണ്ടെത്തണം. പകയോട് നിൽക്കുന്ന ശിവയോട് ജിത്തു പറഞ്ഞു. അവൻ കാരണ എനിക്ക് എൻ്റെ കുടുംബത്തെ നഷ്ടമായത്. ഇപ്പം എൻ്റെ ജീവനെയും വെറുതെ വിടില്ല, നായിൻ്റെ മോനെ. പല്ലിറുമിക്കൊണ്ട് ശിവ ജിത്തുവിനോട് പറഞ്ഞ് ബുള്ളറ്റിലേക്ക് കയറി. അവരാദ്യം പോയത് ഹോസ്റ്റലിലേക്ക് തന്നെയായിരുന്നു. ഇന്നലെ മുതൽ അവൾ പറയുന്നതാണ് ഹോസ്റ്റലിൽ ഇന്നോളാമെന്ന്. അതിൻ്റെ ഓർമ്മയിൽ അവർ നേരെ വന്ന ഹോസ്റ്റലിലേക്കാണ്. എന്നാൽ അവിടെ വൈഷ്ണവി എത്തിയിട്ടില്ലെന്ന് അവിടുത്തെ വാർഡൻ പറഞ്ഞു. പിന്നെ 1-2 സ്ഥലത്ത് അന്വേഷിച്ചു. എവിടെ അവൾ ചെന്നിട്ടില്ല. അപ്പോഴാണ് ശിവയ്ക്ക് നിത്യയുടെ കാര്യം ഓർമ്മ വന്നത്.
ജിത്തു, അവളുടെ കൂടെ എന്നും കാണാറുള്ള ഒരു പെണ്ണില്ലേ, എന്താ അവളുടെ പേര്? ആര്? നിത്യയോ? വൈഷ്ണവി പറഞ്ഞു കേട്ട് നിത്യയെ നല്ലപോലെ ജിത്തുവിനെ അറിയാമായിരുന്നു. ആ, അവളെന്നെ. അവളോട് അന്വേഷിച്ചാൽ വൈഷ്ണവിയെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ പറ്റും. അതിനവളുടെ നമ്പർ കയ്യിലുണ്ടോ? അല്ലെങ്കിൽ വീട് എവിടെയാണെന്ന് അറിയോ? ഇല്ലടാ, നോക്കാം, വാ. രാവിലെ തന്നെ കോളിംഗ് ബെൽ അടിക്കുന്ന കേട്ടാണ് ജയശ്രീ വാതിൽ തുറന്ന്. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവർ തറഞ്ഞിന്ന് പോയി. മോളെ, എന്താ മോളെ ഈ വെളുപ്പം കാലത്ത്? മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നല്ലോ. ജയമ, എനിക്ക് നിത്യയെന്ന് കാണണം. വാ മോളെ, അകത്തേക്ക് കയറ്. അപ്പോഴാണ് ജയശ്രീ വൈഷ്ണവിയുടെ കയ്യിലുള്ള ബാഗ് ശ്രദ്ധിക്കുന്നത്. പക്ഷെ അവളോട് അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. മാനസികമായി വൈഷ്ണവി തളർന്നിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായിരുന്നു. മോൾ ഇവിടെ ഇരിക്കെ, ഞാൻ നിത്യയെ വിളിച്ചിട്ട് വരാം. ജയശ്രീ വൈഷ്ണവിയോട് പറഞ്ഞിട്ട് മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി. വെളുപ്പാങ്കാലത്തിന് വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ട് ഈർഷ്യയോടെ നിത്യ വന്ന് വാതിൽ തുറന്നു. എന്താ അമ്മ, മനുഷ്യനെ ഉറങ്ങാനും വിടില്ലേ? മോളെ, വൈഷു വന്നിട്ടുണ്ട്. വൈഷുവോ? കേട്ടത് വിശ്വസിക്കാനാവാതെ നിത്യ അമ്മയെ നോക്കി. അതേ മോളെ, കയ്യിലൊരു ബാഗൊക്കെ ഉണ്ട്, മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നു. ഞാൻ പിന്നെ കൂടുതലൊന്നും ചോദിച്ചില്ല, നിന്നെ കാണുന്നാ പറയുന്നത്. അമ്മ നടക്ക്, ഞാൻ അതാ വരുന്നു. സ്റ്റെപ്പ് ഇറങ്ങി ഒരു നിത്യയെ കണ്ട് വൈഷ്ണവി സോഫയിൽ നിന്ന് എഴുന്നേറ്റു. വേഗം പോയി അവളെ വാരിപ്പുണർന്നു. ഒപ്പം അവിടെ കരച്ചിലും അലയടിച്ചു. എന്താ വൈഷു, എന്താ പറ്റിയത്? എന്തിനാ നീ കരയുന്നത്? വൈഷു മോളെ പറയടാ. അവളുടെ അവസ്ഥയാണ് നിത്യക്ക് വല്ലാതെയായി. കൂടെ ഉണ്ടായിരുന്ന ജയശ്രീക്കും. ഞാൻ തോറ്റുപോയടി, എനിക്ക് ആരും ഇല്ലാതായി പോയി. ഞാൻ എന്ത് ചെയ്തിട്ടാ എല്ലാവരും എന്നെ എങ്ങനെ? പിന്നെ വൈഷുവിന് പറയാൻ വാക്കുകൾ ഉണ്ടായിരുന്നില്ല. അവളുടെ ഏങ്ങൽ കൂടി വന്നു. നിത്യ അവളുടെ ചുമലിൽ നിന്ന് അവൾ വേർപ്പെടുത്തി സോഫയിൽ കൊണ്ടുവന്നിരുത്തി. സമാധാനത്തിൽ നിന്നപ്പോൾ വൈഷ്ണവിയുടെ മുടിൽ നിത്യ തടവിക്കൊണ്ടേയിരുന്നു. അവളുടെ മനസ്സൊന്ന് ശാന്തമാവട്ടെ, അതിനുശേഷം എല്ലാം ചോദിച്ചറിയാമെന്ന് നിത്യ കരുതി. ഇതേ സമയം നിത്യയോട് പറഞ്ഞ് ജയശ്രീ അടുക്കളയിലേക്ക് പോയി. വൈഷ്ണവിയുടെ മുഖം കണ്ടാൽ മനസ്സിലാവും ഇന്നലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ലെന്ന്. വൈഷ്ണവി ഓർത്തപ്പോൾ ജയശ്രീക്ക് വല്ലാതെയായി. തൻ്റെ മരുമകളായി കൊണ്ടുവരുമെന്ന് കരുതിയ കുട്ടിയാണ് ഇപ്പോൾ ഏതോ ഒരു തെമ്മാടിയുടെ കയ്യിൽ. കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ആദ്യം വേദന തോന്നിയിരുന്നു. പിന്നീട് നിത്യ പറഞ്ഞ് തന്നെ മനസ്സിലായിരുന്നു വൈഷ്ണവിയുടെ ഭർത്താവ് ഇതുവരെയായിട്ടും അവളെയൊന്നും ചെയ്തിട്ടില്ലെന്നും നോക്കുകൊണ്ടുപോലും ദ്രോഹിച്ചിട്ടില്ലെന്നും. അപ്പോൾ മനസ്സിന് വല്ലാത്ത സമാധാനം ഉണ്ടായിരുന്നു. അവൾ നല്ലൊരാളുടെ കയ്യിൽ തന്നെയാണ് എത്തിപ്പെട്ടെന്ന് ഓർത്ത്. പക്ഷേ കുറച്ചു മുമ്പ് കണ്ട അവളുടെ മുഖം. ഈശ്വര, ആ കുട്ടിക്ക് ഇനിയൊരു വേദനയും നൽകരുതേ. ജയശ്രീ മനസ്സിൽ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അടുക്കളപ്പണിയിലേക്ക് കടന്നു. വൈഷ്ണവിക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം, അതുമാത്രമായിരുന്നു ജയശ്രീയുടെ മനസ്സിലപ്പോൾ. ഭക്ഷണമെല്ലാം ഡൈനിങ് ടേബിൾ എടുത്തു വെച്ച് ജയശ്രീ വൈഷ്ണവിയെയും നിത്യയും കഴിക്കാൻ വിളിച്ചു. നിത്യ വൈഷ്ണവിയെ നിർബന്ധിച്ച് കഴിപ്പിച്ചു. നിത്യയെ കണ്ടപ്പോൾ തന്നെ വൈഷ്ണവിക്ക് പകുതി ആശ്വാസമായിരുന്നു. ആശ്വാസത്തിൻ്റെ ഇടയിൽ അവൾക്ക് വിശപ്പും തോന്നിയിരുന്നു. ഇന്നലെ വൈകുന്നേരം തൊട്ടൊന്നും കഴിക്കാതിരുന്ന മനസ്സിൻ്റെ കൂടെ ശരീരവും കൂടി തളർന്നാൽ താനുണ്ടാവില്ലെന്ന് വൈഷ്ണവിക്ക് അറിയാം. അല്ല, ഇതാര്? പെട്ടെന്നുള്ള ശബ്ദം കേട്ട് സ്റ്റെപ്പ് ഇറങ്ങിയ ഒരു നാളിലേക്ക് തന്നെയായിരുന്നു മൂവരുടെയും നോട്ടം. നീലേട്ടൻ? അപ്പോൾ തനിക്ക് എന്നെ ഓർമ്മയുണ്ടല്ലേ? നീല് നേരെ വന്ന് വൈഷ്ണവിക്ക് ഓപ്പോസിറ്റുള്ള കസേരയിൽ വന്നിരുന്നു. അവനും പ്ലേറ്റ് നീട്ടിവെച്ച് എന്തൊക്കെയോ കഴിക്കാൻ തുടങ്ങി. കഴിക്കുന്നതിനിടയിൽ ഓരോന്ന് വൈഷ്ണവിയോട് ചോദിക്കുന്നുണ്ട്. അവൾ ഓരോന്നും മുകളിൽ മറുപടി നൽകി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നിത്യ അവളെയും കൂട്ടി നിത്യയുടെ റൂമിലേക്ക് പോയി. വാതിലടച്ച് അവളെ ബെഡിൽ കൊണ്ടുവന്നിരുന്നു. പറയ്, എന്താ എൻ്റെ പ്രശ്നം? നീ വീട് വിട്ട് ഇറങ്ങിയതാണോ? നിത്യ മുഖവരയില്ലാത്തതിന് വൈഷ്ണവിയോട് ചോദിച്ചു. വൈഷ്ണവി ഒരു മൂളയിൽ മറുപടി നൽകി. നിന്നോട് മൂളാനല്ല ഞാൻ പറഞ്ഞു, എന്താ നടന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. നിത്യക്ക് അവളുടെ മൂളലും മുക്കലൊക്കെ കേട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പിന്നെ വൈഷ്ണവി മൂളാൻ നിന്നില്ല. ഇന്നലെ കോളേജ് വിട്ടതിന് ശേഷമുള്ള എല്ലാ കാര്യങ്ങളും അവൾ നിത്യയോട് തുറന്നു പറഞ്ഞു. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നീർച്ചാലുകളായി. സമാധാനിപ്പിക്കാനെന്നോണം നിത്യ അവളെ പുണർന്നു. ശിവേട്ടനറിയോ നീ ഇവിടെയാണുള്ളതെന്ന്? ഇല്ല. നിന്നെ അന്വേഷിക്കുന്നുണ്ടാവില്ലേ? എനിക്കറിയില്ല. നീ എന്താടി ഇങ്ങനെ? ശിവേട്ടൻ നമ്പരുതാ, ഞാൻ വിളിച്ചു പറയാം. വേണ്ട, ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ കാത്തിരുന്നയാളാ. ഇന്നലെയും പറഞ്ഞു ഞാൻ മാരണമാണെന്ന്. എൻ്റെ വൈശു, അപ്പോഴുള്ള ദേഷ്യത്തിന് ശിവേട്ടൻ പറഞ്ഞതായിരിക്കും. നീ ഇങ്ങനെ പാവാവല്ലേ? അതും പറഞ്ഞ് വൈഷ്ണവിയുടെ കയ്യിൽ നിന്നും ഫോണും വാങ്ങി നിത്യ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. നേരെ അവൾ പോയത് ബാൽക്കണിയിലേക്കാണ്. വൈഷ്ണവിയുടെ ഫോണിൽ നിന്നും ശിവയുടെ നമ്പർ അവളുടെ ഫോണിൽ ടൈപ്പ് ചെയ്ത് കോളിങ്ങിലേക്ക് പോയി. ഹലോ ഹലോ, ശിവേട്ടനല്ലേ? അതെ. ഹലോ, ആരാ ശിവ? ബുള്ളറ്റ് പുറകിൽ നിന്ന് ജിത്തു ചോദിച്ചു. അറിയില്ലടാ, ഒരു പെണ്ണാ, റേഞ്ച് കട്ടായി പോയി. നീ വണ്ടി സൈഡാക്ക്, ജിത്തു പറഞ്ഞു. ജിത്തു പറഞ്ഞനുസരിച്ച് ശിവ ബുള്ളറ്റ് ഒരു സൈഡിലേക്കായി മാറ്റി നിർത്തി. നീ വിളിച്ച നമ്പറിലേക്ക് തിരിച്ചു വിളിക്ക്. വൈശുവിനെ അറിയുന്ന ആരെങ്കിലും ആണെങ്കിലോ? പ്രതീക്ഷയോടെ ജിത്ത് ശിവയോട് പറഞ്ഞു. ശിവ ഫോണെടുത്ത് തിരിച്ചു വിളിക്കുന്നുണ്ടെങ്കിലും മറുപുറത്ത് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. 1-2 പ്രാവശ്യം അവൻ ട്രൈ ചെയ്തു. പിന്നീട് സ്വിച്ച് ഓഫ് എന്ന് കേട്ടപ്പോൾ വിളിക്കുന്നത് നിർത്തി. എന്താടാ? സ്വിച്ച് ഓഫാ. നീ വണ്ടി എടുക്ക്, റോങ് നമ്പർ ആയിരിക്കും. അല്ലേടാ, ശിവേണ്ണല്ലേന്നാ എന്നോട് ചോദിച്ച്. റോങ് നമ്പർ ആവാൻ വഴിയില്ല. നോക്കാം, ആവശ്യമുള്ളത് തിരിച്ചു വിളിക്കും.
ഏട്ട കൈവിട്, എനിക്ക് വേദനിക്കുന്നു. കോൾ കട്ടിയില്ലേ? ശിവേട്ടനാ. അതെയോ? എന്നാ സ്വിച്ച് ഓഫ് ചെയ്തേക്കാം. ഏട്ടാ എന്തി കാണിക്കുന്ന? ഏട്ട ഭ്രാന്തായോ? അതെ, എനിക്ക് ഭ്രാന്ത് തന്നെയാ. വൈഷ്ണവി എന്ന ഭ്രാന്ത്. നിനക്കറിയാവുന്നല്ലേ എനിക്ക് അവളോടുള്ള സ്നേഹം. ഏട്ടാ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാ. ഇന്ന് അവൾ മറ്റൊരാളുടെ ഭാര്യയാ. അതിന് താലി കിട്ടിയെന്നല്ലാതെ വേറെ ബന്ധം അവർ തമ്മിൽ ഉണ്ടായിട്ടില്ലല്ലോ. ചേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് അവളെ വേണം. ഇത്രയും ദിവസം ഞാൻ മനസ്സുരുകി ഇവിടുന്ന് ആരും കണ്ടില്ല. ദൈവം കണ്ടുകൊണ്ടാ അവൾ എൻ്റെ മുമ്പിൽ തന്നെ എത്തിച്ച്. അവൾക്ക് അവനെ വേണ്ടാത്തതുകൊണ്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്ന്. ഇനി നീയായിട്ട് തിരുത്താൻ നിൽക്കണ്ട. ഏട്ടാ ഏട്ടനെ ആലോചിച്ച് കൂട്ടുന്നത് ശരിയല്ല. എന്ത് ശരിയല്ലെന്ന്? ആ തെമ്മാടിയുടെ കയ്യിൽ നിന്ന് അവളെ രക്ഷിച്ച് എൻ്റെ കൂടെ കൂട്ടുന്നത് ശരിയല്ലെന്നാണോ? ഒരു താലി കിട്ടി നേരിട്ട് ഭർത്താവൊന്നും ആവില്ല. ഏട്ടൻ എന്ത് പറഞ്ഞാലും ഏട്ടൻ്റെ ആഗ്രഹം സാധിക്കില്ല. ഞാൻ കൂട്ടുന്നുണ്ട് ഏട്ടൻ്റെ സ്നേഹത്തിൻ്റെ കൂടെ. അവളെൻ്റെ ചേട്ടത്തിയായിട്ട് വരാൻ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ആഗ്രഹമില്ല. എനിക്കറിയാം അവളിന്ന് മറ്റൊരാളുടെ ഭാര്യയാണെന്ന്. അല്ലെങ്കിൽ അവൾക്ക് ഏട്ടനോട് അങ്ങനെ താല്പര്യമുള്ളതായി എനിക്കും തോന്നിയിട്ടില്ല. ഏട്ടൻ അവരുടെ ജീവിതത്തിൽ ഇടപെടരുത്. ഇടപെട്ടോ? അവിടെ ഭർത്താവ് ആണൊരുത്തനാ. കൈയുടെ ചൂട് ഏട്ടനറിയും. ദേഷ്യത്തോടെ നികിലിനെ നോക്കി പറഞ്ഞ് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോണും പിടിച്ചു വാങ്ങി അവൾ അകത്തേക്ക് പോയി. നിനക്കറിയില്ല നിത്യ ഈ നികിലിനെ ശരിക്ക്. അവൻ്റെ മുഖത്ത് ഗൂഢമായൊരു പുഞ്ചിരി വിരിഞ്ഞു. ഇവിടം വരെ എത്തിക്കാമെങ്കിൽ ഒപ്പം കൂട്ടാനും ഈ നികിലിനറിയാം. കയ്യിൽ നിന്നും വഴുതിപ്പോയവളാ ഒറ്റ രാത്രി. അവൻ ഫോണെടുത്ത് ഡയൽ ചെയ്തു. ഗിരീഷ് കോളിംഗ്. എടാ ഫോൺ എടുക്ക്, ഏതെങ്കിലും അത്യാവശ്യക്കാരായിരിക്കും. 1-2 പ്രാവശ്യം റിങ് ചെയ്തിട്ടും ശിവ ഫോൺ എടുക്കാത്തതുകൊണ്ട് ചിത്തു പറഞ്ഞു. നേരത്തെ വിളിച്ച നമ്പറിൽ നിന്നാ കോള്. അത്യാവശ്യക്കാരായിരുന്നെങ്കിൽ നേരത്തെ വിളിച്ചപ്പോൾ എടുക്കായിരുന്നില്ലേ? നീ ഡയലോഗ് പറയാൻ കോൾ എടുക്കാൻ നോക്ക്. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി സൈഡിലേക്ക് മാറ്റി നിർത്തി ശിവ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ ഹലോ ശിവേട്ടാ, ഞാൻ നിത്യ. നിത്യ, വൈശു നിന്റെ അടുത്തുണ്ടോ? നിത്യയാണ് മറുവശത്ത് നിന്ന് കേട്ടപ്പോൾ തന്നെ ശിവന് ആശ്വാസമായിരുന്നു. ഒപ്പം വൈഷ്ണവിയെ കുറിച്ച് അറിയാനുള്ള ധൃതിയും ഉണ്ട്. അത് പറയാനാണ് ഞാൻ വിളിച്ച്. നേരത്തെ വിളിച്ചപ്പോൾ റേഞ്ച് കട്ടായി പോയി. പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. ശിവേട്ട ഇപ്പോൾ എവിടെയുണ്ട്? ഞാൻ നിങ്ങളുടെ കോളേജിന് സമീപമുണ്ട്. വൈശു എവിടെയുള്ള നിത്യ? എൻ്റെ വീട്ടിലുണ്ട്. വെളുപ്പിന് തന്നെ അവൾ വന്നിരുന്നു. ആകെ മൂഡ് ഓഫാണ് അവൾ. എന്നാലും എനിക്ക് ശിവേട്ടനെ അറിയിക്കാതിരിക്കാൻ പറ്റിയില്ല. ഞാൻ വാട്സാപ്പിലേക്ക് ലൊക്കേഷൻ അയച്ചു തരാം. വൈശുവിനെ ഇവിടെ നേട്ടം കൂട്ടിക്കൊണ്ട് പോകണം. എന്താ നിത്യ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിത്യയുടെ സംസാരത്തിൽ എന്തോ ഒരു അപകടം വരാൻ പോവുകയാണെന്ന് ശിവക്ക് തോന്നി. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല ശിവേട്ട. നാളെ ചിലപ്പോൾ നടന്നുകൂടായികയില്ല. ശിവേട്ടൻ ഇന്ന് അവളെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഇനി ഒരിക്കലും അവളെ കൊണ്ടുപോകാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇപ്പം എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ഫോൺ കട്ടാക്കിയതിന് ശേഷം ശിവ ആലോചനയിലായിരുന്നു. നിത്യ പറഞ്ഞുള്ള അർത്ഥം അവന് മനസ്സിലായിരുന്നില്ല. ശിവയുടെ നിൽപ്പണ്ട് ജിത്ത് ചോദിച്ചു. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അറിയില്ല. നിത്യ പറഞ്ഞനുസരിച്ച് എന്തോ അപകടം വരാൻ പോകുന്നതെന്ന് തോന്നുന്നു. എന്നോട് അവിടെ വീട്ടിൽ പോയി വൈശുവിനെ കൂട്ടണമെന്നാണ് പറയുന്നത്. പിന്നെ നിത്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശിവ ജിത്തുവിനോട് പറഞ്ഞു. എന്തെങ്കിലും കാരണം ഉണ്ടാവും ആ കുട്ടി അങ്ങനെ പറയണമെങ്കിൽ. വാട്സപ്പിലേക്ക് വന്ന ലൊക്കേഷൻ നോക്കി രണ്ടുപേരും പുറപ്പെട്ടു. കോളേജിൽ നിന്ന് 1/2 മണിക്കൂർ യാത്രയുണ്ട് നിത്യയുടെ വീട്ടിലേക്ക്. ഓടിയിട്ടും എത്താത്ത പോലെയാണ് ശിവക്ക് തോന്നിയത്. ആ മനസ്സിൽ മുഴുവൻ വൈഷ്ണവിയായിരുന്നു. അടുത്തുള്ളപ്പോൾ അവളോടുള്ള സ്നേഹം അവന് മനസ്സിലായിരുന്നില്ല. അകന്നിരിക്കുമ്പോഴാണ് അവൾ തനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവളായിരുന്നു എന്ന് അവന് മനസ്സിലായത്. ശിവ, ഈ കാണുന്ന വീടാണെന്ന് തോന്നുന്നു. കയ്യിലുള്ള ലൊക്കേഷൻ നോക്കി ജിത്തു നിത്യയുടെ വീട് ചൂണ്ടിക്കാട്ടി. ഗേറ്റിനോട് ചേർന്ന് വണ്ടി വെച്ച് രണ്ടുപേരും ഇറങ്ങി. സംശയം തീർക്കാൻ റോഡിലൂടെ പോകുന്നയാളോട് ചോദിച്ച് ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി. കോളിംഗ് ബെല്ലടിക്കുന്ന കേട്ട് നിത്യ ഓടി വന്ന് വാതിൽ തുറന്നു. അവൾ അവരെ കാത്തുനിൽപ്പായിരുന്നു. തൻ്റെ ഉറ്റ സുഹൃത്തിനെ കൈവിടാൻ അവൾക്കാവില്ലല്ലോ. വരും, അകത്തേക്കിരിക്കാം. രണ്ടുപേരോടും പറഞ്ഞ് നിത്യ അകത്തേക്ക് പോയി. ശിവയും ജിത്തുവും പരസ്പരം നോക്കി അകത്തേക്ക് കയറി. ഇരിക്കും ശിവേട്ടാ. അടുക്കളയിൽ നിന്ന് നിത്യയോടെ പുറകിലായി ജയശ്രീയും വന്നു. ശിവ രണ്ടുപേരെയും നോക്കി. ഒപ്പം വൈഷ്ണവിയെ അവൻ പ്രതീക്ഷിച്ചിരുന്നു. തങ്ങൾക്ക് പുറകിലേക്ക് ശിവന്റെ നോട്ടം പോകുന്ന നിത്യ ശ്രദ്ധിച്ചു. ഞാൻ വൈഷ്ണവിനെ വിളിച്ചിട്ട് വരാം. ശിവയോട് പറഞ്ഞ് നിത്യ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി. പ്രതീക്ഷയോടെ ശിവയും ജിത്തുവും നോക്കി. അതിനിടയിൽ ജയശ്രീ രണ്ടുപേരെയും പരിചയപ്പെട്ടു. വൈഷ്ണവി ഇവർക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവളാണെന്ന് അവരുടെ വർത്തമാനത്തിൽ നിന്ന് ശിവയ്ക്ക് മനസ്സിലായി. മുകളിലേക്ക് പോയ നിത്യ തിരിച്ചു വരുമ്പോൾ കൂടെ വൈഷ്ണവി ഉണ്ടായിരുന്നു. ശിവയെ പ്രതീക്ഷിച്ചപ്പോൾ വൈഷ്ണവി തലകുനിച്ചാണ് വരുന്നത്. ശിവ അവളെ തന്നെ നോക്കുന്നുണ്ടെങ്കിലും അറിയാതെ പോലും വൈഷ്ണവി നോക്കിയില്ല. അത് ശിവനെ വല്ലാതെയാക്കി. വൈഷു, പറയാതെ എന്തിനാ മോളെ വന്ന്? ഞങ്ങൾ എവിടെയെല്ലാം തിരക്കിയെന്നോ? വൈഷ്ണവിയെ കണ്ട ഉടനെ ഇരുന്നിടത്ത് എഴുന്നേറ്റ് ജിത്തോടെ അടുത്തേക്ക് പോയി. എനിക്ക് ആരുമില്ലല്ലോ ജിത്തേട്ടാ, എല്ലാവർക്കും ഞാനൊരു ഭാരമല്ലേ? അത് പറയുമ്പോൾ അവൾ ശിവനെ ഒന്ന് പാളി നോക്കി. പിന്നെ ജിത്തുവിനെ നോക്കി വീണ്ടും തുടർന്നു. ആർക്കും ഞാനൊരു ഉപദ്രവം ആവില്ല. ഞാൻ എങ്ങനെയോ കയറി വന്ന മാരണമല്ലേ, പിന്നെ എന്തിനാ എന്നെ അന്വേഷിച്ച് നടക്കുന്നത്? എന്തൊക്കെയാ മോളെ നീ പറയുന്നത്? അപ്പോഴത്തെ ദേഷ്യത്തിന് അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് ഇറങ്ങി പോകണോ ചെയ്യേണ്ടത്? പിന്നെ എന്ത് വേണം? അവിടെ കൂടിയിരിക്കണോ? അവള് വേണ്ടാത്തവൻ്റെ കൂടെ അവള് നിന്നെ ജീവിക്കണം. ഇനി ആരും അവളുടെ കാര്യത്തിൽ ഇടപെടേണ്ട, അതിന് ഞാനുണ്ട്. പുറകിൽ നിന്നുള്ള ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി. നിഖിൽ,
ശിവ പതിയെ പറഞ്ഞു. അപ്പൊ നീ എന്നെ മറന്നിട്ടില്ല അല്ലേ? പുച്ഛഭാവത്തോടെ നിഖിൽ ശിവയോട് ചോദിച്ചു. അത്ര പെട്ടെന്നൊന്നും നിന്നെ ഒന്നും മറക്കാൻ കഴിയില്ലല്ലോ. ശിവയും തിരിച്ച് മറുപടി നൽകി. ഞാൻ അറിഞ്ഞിരുന്നു വൈഷ്ണവിയുടെ കഴുത്തിൽ താലി കിട്ടിയത് നീയാണെന്ന്. പഴയ ബന്ധങ്ങളൊക്കെ ഇപ്പോഴും എനിക്കുണ്ടടോ. അതെനിക്കിപ്പോൾ മനസ്സിലായി. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നതിനുള്ള കാരണക്കാരാരാണെന്ന് മനസ്സിലായി. ശിവ പുച്ഛത്തോടെ തന്നെ നിഖിലിനോട് പറഞ്ഞു. ഇതേ സമയം ഇരുവരുടെയും സംസാരം ശ്രദ്ധിക്കായിരുന്നു ജിത്തുവും നിത്യയും വൈഷ്ണവിയും ജയശ്രീയും. രണ്ടുപേരും പകപോക്കുന്ന പോലെയാണ് സംസാരിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി. മുമ്പേ ഇവർ തമ്മിൽ പരിചയമുണ്ടെന്നും. ജിത്തു, വൈഷ്ണവി വിളിക്ക്, പോവാം. അതെങ്ങനെയാ ശിവ? നിന്നെ വേണ്ടാത്തോണ്ടല്ലേ അവളിയുടേക്ക് വന്ന്? പിന്നെ എന്തിനാ നിർബന്ധിച്ച് അവളെ കൊണ്ടുപോകുന്നത്? നിഖിൽ വൈഷ്ണവി പോകുന്നത് തടയാൻ ശ്രമിക്കുകയാണ്. എന്തൊക്കെയായിട്ടാ ഈ പറയുന്നത്? അവളവളുടെ ഭർത്താവിൻ്റെ കൂടെയല്ലേ പോവേണ്ടത്? അവർ തമ്മിൽ ചെറിയൊരു സൗന്ദര്യപ്പിണക്കുണ്ടായിന്ന് വെച്ച് എന്നൊക്കെയായിട്ട് ഉപേക്ഷിച്ച് പോകാൻ പറ്റുമോ? നിഖിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് നിത്യക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ അവൾ മുന്നേ ഇടപെട്ടു. നിത്യയും കൂടി ശിവന്റെ ഭാഗത്ത് നിൽക്കുന്ന കണ്ട് നിഖിലിന് ദേഷ്യം ഇരച്ചു വന്നു. വൈഷ്ണവി, പോവാം, സംസാരിക്കാൻ നമുക്ക് വീട്ടിൽ ചെന്നിട്ടാവും, ശിവ പറഞ്ഞു. വൈഷ്ണവിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അവളെല്ലാവരെയും മാറി മാറി നോക്കി. ഇപ്പോൾ വൈഷ്ണവിക്ക് ആവശ്യം ഒരു തണലാണ് നിത്യക്ക് മനസ്സിലായിരുന്നു. അതുമാത്രമല്ല, എത്രയും പെട്ടെന്ന് തന്നെ വൈഷ്ണവി ശിവന്റെ അടുത്തേക്ക് എത്തണമെന്നും നിത്യ ആഗ്രഹിച്ചിരുന്നു. തൻ്റെ ഏട്ടൻ്റെ സ്വഭാവം അവൾക്ക് നല്ലപോലെ അറിയാവുന്നതാണ്. വൈശു, നീ ശിവേൻ്റെ കൂടെ ചെല്ല്. എന്തു പറഞ്ഞാലും നിന്റെ കഴുത്തിൽ താലി കെട്ടിയവനാ. താലി കെട്ടിയവനേക്കാൾ അവകാശം വേറെ ആർക്കും നിന്റെ കാര്യത്തിലില്ല. നീ വേറൊന്നും ചിന്തിക്കരുത്. ഇപ്പം നീ ശിവേൻ്റെ കൂടെ പോകണം. ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന കരുതി തന്നെയല്ലേ നീ ശിവേൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നു. പിന്നെ എന്തിനാപ്പം ഇങ്ങനെയൊക്കെ? പക്വതയോടെ നിത്യ വൈഷ്ണവിയോട് പറഞ്ഞു. നിത്യയുടെ വാക്കുകൾ വൈഷ്ണവിയെ പലതും ചിന്തിപ്പിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.